മകം പൂരം ഉത്രം കാല് വരുന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വർഷം വളരെയേറെ ജാഗ്രത പുലർത്തേണ്ട ഒരു വർഷം തന്നെയാണ്. അഷ്ടമത്തിലെ ശനി ഇവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും നേരിടേണ്ടി വരുന്ന ഒരു വർഷക്കാലമാണ്. അതുപോലെ ജൂൺ 2 ശേഷമുള്ള വ്യാഴമാറ്റവും ഇവർക്ക് ദൈവാധീനം മറയുന്ന രീതിയിലുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട് ഇവർക്ക്. അതുകൊണ്ട് തന്നെ പുതിയതായി ഒരു കാര്യങ്ങളും തുടങ്ങി വെക്കാതിരിക്കുക. നിലവിലുള്ള ജോലിയിൽ തന്നെ തുടർന്നു പോരുന്ന ഒരു സാഹചര്യം തന്നെ ഇവർക്ക് ഉണ്ടാകേണ്ടതാണ്. തൊഴിലെല്ലാം മനസ്സ് മടുക്കുന്ന ഒരു സാഹചര്യവും അവിടെ മാനസിക പിരിമുറുക്കവും കഠിനാധ്വാനവും നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവർക്ക് ഈ വർഷക്കാലം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ലപോലെ ജാഗ്രത പുലർത്തി ഈ ഒരു വർഷക്കാലം ക്ഷേത്ര ദർശനവും കൃത്യമായി പരിഹാരങ്ങളും നടത്തി മുന്നോട്ട് പോകേണ്ടതാണ് ഇവർ. കുടുംബത്തിലാണെങ്കിലും പലവിധത്തിലുള്ള അസ്വസ്ഥതകളും തർക്കങ്ങളും വഴക്കുകളെല്ലാം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെ ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഈ വർഷം. അതുകൊണ്ട് തന്നെ മാനസികമായി തളരാതെ ഈ വർഷം ഇവർ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഈ വർഷം പരിഹാരാർത്ഥം ശാസ്താവിന് നീരാഞ്ജനം, എള്ളുപായസം, അതുപോലെ ശബരിമല ദർശനം, വിഷ്ണു ക്ഷേത്ര ദർശനം, വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം, തൃക്കൈവെണ്ണ, കദളിപ്പഴം ഇവയെല്ലാം സമർപ്പിക്കുക. കൃത്യമായി നിങ്ങളുടെ വീടിന്റെ വാസ്തു പൂർണ്ണമായും പരിപാലിക്കുക. കാലദോഷ സമയത്ത് എപ്പോഴും നമ്മൾ നല്ലൊരു ഭവനത്തിലാണ് താമസിക്കുന്നതെങ്കിൽ ആ ഭവനത്തിന്റെ പോസിറ്റീവ് എനർജി കൊണ്ട് നമുക്ക് കാലദോഷത്തെ മറികടക്കാൻ സാധിക്കും. സമയദോഷമാണെങ്കിൽ പോലും നല്ലൊരു ഭവനത്തിന്റെ പൂർണ്ണമായ ഒരു റിസൾട്ട് കൊണ്ട് നമുക്ക് ഈ കാലഘട്ടം മുന്നോട്ട് പോകാൻ സാധിക്കും. ഏവർക്കും ഈ ദോഷത്തെ മറികടക്കാൻ സാധിക്കട്ടെ. ഏവർക്കും വിഷു ആശംസകൾ.